കരയും കായലും കോൾപ്പാടങ്ങളും അതിർത്തി പങ്കിടുന്ന പ്രകൃതി സുന്ദരമായ ഗ്രാമമാണ് വെങ്കിടങ്ങ്. കർഷകരും കർഷക തൊഴിലാളികളും ഒത്തൊരുമയോടെ കഴിയുന്ന നാട്. കായൽപ്പരപ്പിലെ ഓളങ്ങൾ ശാന്തമാണെങ്കിലും പലയിടങ്ങളിലും അടിയൊഴുക്കുകൾ ശക്തമാണ്. തദ്ദേശപ്പോരിനെ കളമൊരുങ്ങിയതോടെ നേതാക്കളും പ്രവർത്തകരും ഏറെ ആവേശത്തോടെ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഭരണം തുടരാൻ LDF അരയും തലയും മുറുക്കി ഇറങ്ങുമ്പോൾ ഒരു കാലത്ത് കുത്തകയാക്കി വെച്ചിരുന്ന പഞ്ചായത്ത് തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP 3 വാർഡുകളിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഈ വാർഡുകളിൽ വിജയമുറപ്പിക്കാനാണ് BJP ശ്രമം. വെങ്കിടങ്ങിൽ 2005 വരെ UDF ഭരണമായിരുന്നു. 2005-ൽ LDF അധികാരത്തിലേറി. 2010-ൽ വീണ്ടും UDF-ന്റെ ഊഴം. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും LDF-ന്റെ ആധിപത്യം. നിലവിൽ ആകെയുള്ള 17 വാർഡുകളിൽ LDF 10, UDF 7 എന്നിങ്ങനെയാണ് കക്ഷിനില. പുനർവിഭജനത്തിൽ ഒരു വാർഡ് കൂടിയതോടെ ആകെ വാർഡുകളുടെ എണ്ണം 18ആയി. തീരദേശ കിഴക്കൻ മേഖലകളിലെ രൂക്ഷമായ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതായി ഭരണ നേതൃത്വം അവകാശപ്പെടുന്നു. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 90% വീടുകളിലും ശുദ്ധജലം എത്തിച്ചു. ലൈഫ് പദ്ധതിയിൽ 250 വീടുകൾ അനുവദിച്ചു. തെരുവ് വിളക്ക് പരിപാലനം മികച്ച രീതിയിൽ നടത്തി. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2023-24 കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് ജില്ലയിലെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള മഹാത്മാ പുരസ്കാരം ലഭിച്ചതും അഭിമാന നേട്ടമായി ഭരണ നേതൃത്വം എടുത്തു പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പഞ്ചായത്ത് റോഡുകളും സ്വകാര്യ റോഡുകളിലും അതുപോലെ തന്നെ നടവഴികളിലും സ്ട്രീറ്റ് മാൻ വലിക്കുകയും പോസ്റ്റുകൾ ഇല്ലാത്ത സ്ഥലത്ത് പോസ്റ്റ് ഇട്ടും ഒരു വെളിച്ച വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിക്കാനായി വെട്ടിപ്പൊളിച്ച റോഡുകൾ വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ കളിസ്ഥലം നവീകരണം എങ്ങും എത്തിയില്ല. ഏനാമാക്കൽ നെഹ്റു പാർക്കിനോട് അവഗണന കാണിച്ചു. ശുചിമുറികളും സാംസ്കാരിക നിലയവും പൊതുജനത്തിന് തുറന്നു നൽകുന്നില്ല. ഇങ്ങനെ നീളുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ. ഈ 10 വർഷം എന്ന് പറയുമ്പോൾ ഒരു 20 വർഷം പഞ്ചായത്തിന് പുറകോട്ട് കൊണ്ടുപോകുക എന്നല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മുന്നണി സ്ഥാനാർത്ഥികളും സ്വതന്ത്ര സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയതോടെ വെങ്കിടങ്ങിൽ തദ്ദേശപ്പോരിൻ്റെ വീറും വാശിയും ഏറുകയാണ്. കണക്കുകൂട്ടലുകളും പ്രവചനങ്ങളും ആരുടേതാണ് ശരിയാകുക എന്നറിയാൻ, വെങ്കിടങ്ങിൽ ആര് വിജയകിരീടം ചൂടുമെന്നറിയാൻ വോട്ടെണ്ണൽ വരെ കാത്തിരിക്കേണ്ടതുണ്ട്.